ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആറ്റുകാൽ പൊങ്കാല റിവ്യൂ യോഗം നടന്നു. മന്ത്രിമാരായ വി ശിവൻകുട്ടി, വി എൻ വാസവൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പതിവ് പോലെ ഇത്തവണയും ജനം പൊങ്കാല നല്ലൊരു മഹോത്സവമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണക്കിന് സ്ത്രീകൾ ആറ്റുകാൽ ക്ഷേത്രത്തിന് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അടുപ്പുകൂട്ടി പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്ന ഭക്തിനിർഭരമായ കാഴ്ചയ്ക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. മാർച്ച് 3-നാണ് ഇത്തവണ പൊങ്കാല മഹോത്സവം നടക്കുക. പൊങ്കാലയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ പങ്കെടുത്ത റിവ്യൂ യോഗം നടന്നു. ജില്ലാ ഭരണകൂടം, പോലീസ് വിഭാഗം, കോർപ്പറേഷൻ, ശുചിത്വ മിഷൻ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, KSRTC, ആറ്റുകാൽ ക്ഷേത്രഭരണ സമിതി തുടങ്ങി വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളാണ് അതാത് വകുപ്പിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത്. പതിവ് പോലെ ഇത്തവണയും ജനം നല്ലൊരു മഹോത്സവമാക്കി പൊങ്കാല മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാവരും ഇതുമായി നല്ല രീതിയിൽ സഹകരിക്കുക. നമ്മുടെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാതിരിക്കത്തക്ക രീതിയിൽ എല്ലാവരും കാര്യങ്ങൾ ഭംഗിയായി നടത്തുക. പൊങ്കാല ദിവസം പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 28 വാർഡുകളിൽ മദ്യനിരോധനവും ഉണ്ടാകും. ലഹരി വ്യാപനം തടയാൻ എക്സൈസ് വകുപ്പും സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. പൊങ്കാലയ്ക്കായി 700 KSRTC ബസ്സുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ വിപുലമായ സജ്ജീകരണമാണ് പൊങ്കാലയോടനുബന്ധിച്ച് ഓരോ വകുപ്പും ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.